ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ലാത്തൊരു പുഡിങ്ങാണ്. നിങ്ങളെല്ലാവരും ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതൊരു ചോക്ലേറ്റ് കേക്ക് പുഡിങ്ങാണ്. അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. നമ്മളിതിങ്ങനെ വായിലിട്ട് കഴിഞ്ഞാൽ അലിഞ്ഞങ്ങോട്ട് ഇറങ്ങിപ്പോകും. അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് പുഡിങ്ങാണ്. പിന്നെ ഈ ഒരു പുഡിങ്ങിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിത് ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് ഒരു മെഷറിംഗ് കപ്പിൻ്റെയോ അല്ലെങ്കിൽ ഒരു മെഷറിംഗ് സ്പൂണിൻ്റെയോ ഒന്നും ആവശ്യമില്ല. അതൊന്നും ഇല്ലാത്ത ഏതൊരു ആൾക്കാർക്കും നമുക്ക് വീട്ടിൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു റിച്ച് ആയിട്ടുള്ള ചോക്ലേറ്റ് പുഡിങ്ങാണ്. ആദ്യം തന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള പൊടികളൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു അരിപ്പയിലോട്ടേക്ക് 4 ടേബിൾ സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മെഷറിംഗ് സ്പൂണൊന്നല്ല എടുത്തിട്ടുള്ളത്, സാധാരണ ഒരു വലിയ സ്പൂണാണ്. അപ്പോൾ മെഷറിംഗ് സ്പൂണാണെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അപ്പോൾ 4 ടേബിൾ സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മളിത് ഒരു 2 പ്രാവശ്യം അരിച്ചെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വയ്ക്കുക. ഇതിലേക്ക് 7 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ടേബിൾ സ്പൂണാണ് കേട്ടോ എല്ലാം ഇളക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അതായത് മൈദയും കൊക്കോ പൗഡറും പഞ്ചസാരയും ഒക്കെ ഞാൻ ഈ ഒരു സ്പൂണിലാണ് ഇളന്നെടുക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് 7 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർക്കാം. ഇനി മെഷറിംഗ് സ്പൂൺ ഉള്ളവരാണെങ്കിൽ അതെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസ് കൂടെ ചേർത്തിട്ട് നമുക്ക് എഗ് ബീറ്റർ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഹൈ സ്പീഡിൽ ഇട്ടിട്ട് നല്ലൊരു ഫ്ലഫി ആകുന്ന വരെ നമ്മൾ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ മുട്ട നല്ല ക്രീമി ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 7 ടേബിൾ സ്പൂണ് എന്തെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഹാൻഡ് വിസ്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പാച്ചില വെച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 7 ടേബിൾ സ്പൂണ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് കേട്ടോ. അതുകൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരിച്ചിട്ട് മാറ്റി വെച്ച പൊടികൾ കുറേശ്ശെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ബാറ്റർ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ കേക്ക് ട്രേ ഒന്ന് ഓയിൽ വെച്ചിട്ട് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഗ്ലാസ് തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ എന്ത് കേക്ക് ട്രേ ആണോ അത് യൂസ് ചെയ്യുക. അപ്പോൾ ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ട്രേ എടുത്താൽ മതി. ഇനി എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് തട്ടിക്കൊടുക്കുക. എന്നിട്ട് ഇനി നമുക്കിത് സ്റ്റൗവിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യുക. ഇത് ഞാൻ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാന് ചൂടാക്കി നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിലേക്കൊരു തട്ട് ഇറക്കി വെക്കുക. അതിൻ്റെ മേലെ നമ്മുടെ കേക്കിൻ്റെ ട്രേ വെച്ച് കൊടുത്തിട്ട് അടച്ച് വെക്കുക. എന്നിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. ഇനി ഓവനിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 180 ഡിഗ്രിയിൽ 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഇനി ഈ കേക്ക് ബേക്കാകുന്ന ടൈം കൊണ്ട് നമുക്ക് കേക്കിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാനുള്ള ഒരു കോഫി സിറപ്പ് റെഡിയാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഒരു ബൗളിൽ 1/2 കപ്പ് നല്ല ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1.5 ടീസ്പൂണ് കോഫി ചേർത്ത് കൊടുക്കുകയാണ്. ഈ ബ്രാൻഡ് കോഫി തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, ഏതെങ്കിലും ബ്രാൻഡ് കോഫി പൗഡർ യൂസ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു സൈഡിൽ മാറ്റി വെക്കുക. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ട് ഒന്ന് താണത് കൊണ്ടാണ് ഇതിൻ്റെ മേലെ ഇങ്ങനെ കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായ കേക്കാണ്. ഇനി കുക്കായിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയാൽ മതി.
ഇനി ഈ കേക്ക് കുറച്ചൊന്ന് ചൂടാറിയിട്ടാകുമ്പം നമുക്ക് ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് മൊത്തത്തിലൊന്ന് കുത്തി കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ നേരത്തെ ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ച കോഫി സിറപ്പ് ഉണ്ടല്ലോ, അത് മൊത്തമായിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ കേക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഈ കേക്കിൻ്റെ മേലെ ഒഴിക്കാനുള്ള ഒരു ചോക്ലേറ്റ് സോസ് റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഒരു ബൗളിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ ചേർക്കുക. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് ഇത് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കാനുണ്ട്. അപ്പോൾ നമ്മളിത് കൈവിടാതെ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, ഇല്ലെങ്കിൽ പിന്നെ അടിക്ക് പിടിച്ചു പോകും. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് സോസ് നന്നായിട്ട് കുറുകി ഒന്ന് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സോസിന് നല്ലൊരു ഗ്ലേസിംഗ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബട്ടർ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കുക്കിംഗ് ചോക്ലേറ്റ് ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഡാർക്ക് ചോക്ലേറ്റ് അല്ല, മിൽക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിന് പകരം ചോക്ലേറ്റ് ചിപ്സ് ഉണ്ടെങ്കിൽ അതൊരു 1/2 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് ഈ ചൂടിൽ കിടന്നിട്ട് തന്നെ നന്നായിട്ട് മെൽറ്റായിക്കോളും. ഇനി മെൽറ്റാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ തീ ഓൺ ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായി കൊടുത്താൽ മതി. അപ്പോൾ അതാ നമ്മുടെ ചോക്ലേറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടുകൂടെ തന്നെ നമ്മുടെ കേക്കിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെ ചെറുതായിട്ടൊരു ഡെക്കറേഷൻ കൊടുക്കുക. ഞാനിപ്പോൾ ഒരു പൈപ്പിംഗ് ബാഗിലോട്ടേക്ക് കുറച്ച് ഫ്രഷ് ക്രീം, നല്ല തിക്കായിട്ടുള്ള ക്രീം എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഒന്ന് ഇതുപോലെ ആക്കി കൊടുത്തിട്ട് ചെറിയൊരു ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ റിച്ച് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് പുഡിംഗ് ഇവിടെ റെഡിയായി. ഇനി ഒന്നുമില്ല, ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ ഓവർനൈറ്റൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. പുഡിംഗ് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യുക. എന്തെങ്കിലും പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു പുഡിങ് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ആരെങ്കിലുമായിട്ട് ചോദിക്കും ഈ ഒരു പുഡിങ് ആരാ ഉണ്ടാക്കിയതെന്ന്. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. ഇനി ഇതൊരു പുഡിങ് ട്രേയിൽ ഒരു പുഡിങ് സ്റ്റൈൽ ചെയ്യണമെന്നൊന്നുമില്ല. ഇനി ഒരു കേക്ക് സ്റ്റൈൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ്ങാണ്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. പിന്നെ ടേസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആ കോഫി സിറപ്പും ചോക്ലേറ്റൊക്കെ കൂടിയിട്ട് ഒരു ഒന്നൊന്നര ടേസ്റ്റാണ്. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഈ ഒരു യമ്മി പുഡിങ് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം. അസ്സലാമു അലൈക്കും ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.